Hi friends, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സൈദ് പറയിൽ മീഡിയാസിന്റെ മറ്റൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് പോകാം. ഇന്നൊരു അടിപൊളി കുഴിമന്തി ആയാലോ? കുഴിയില്ലാതെ വീട്ടിലെ അടുപ്പിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കുഴിമന്തി. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഒരു 2 കിലോ ബസുമതി റൈസ് എടുത്ത് 1 മണിക്കൂർ നമുക്കൊന്ന് കുതിർത്തിയെടുക്കാം. എന്നിട്ടൊരു 2 കിലോ ചിക്കൻ എടുത്ത് അതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മുടെ മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലൊരു 50 ഗ്രാം ഇഞ്ചിയും, ഒരു 50 ഗ്രാം വെളുത്തുള്ളിയും, ഒരു 50 ഗ്രാം കുരുമുളകും, 1.5 ടീസ്പൂൺ ചെറിയ ജീരകവും, ഒരു 4 മാഗി ക്യൂബും ഇട്ട് പിന്നെ നമ്മുടെ അരിഞ്ഞു വെച്ച മല്ലിയിലയും പിന്നെ അരിഞ്ഞു വെച്ച പുതിനയിലും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കുക. ഈ അരയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ പീസ് എടുത്ത് അതിലെല്ലാ ചിക്കൻ്റെ പീസിലും നന്നായി വരഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ ചിക്കനിൽ ഇങ്ങനെ കുത്തി കൊടുത്താലും മതി. അപ്പോൾ നമുക്ക് മസാല നന്നായി ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. അരച്ചു കൊടുന്ന മസാല ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് കളർ ആഡ് ചെയ്യാം. ഇവിടെ എടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറാണ്. റെഡിന് പകരം ഓറഞ്ച് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇനി ഒരു 3 സ്പൂൺ മന്തി മസാലയും കൂടി ആഡ് ചെയ്ത് അതിലേക്ക് അരിഞ്ഞു വെച്ച ഒരു കാപ്സിക്കം കൂടി ചേർത്ത് ഒരു 200 ml സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളിലും മസാല നന്നായി പിടിക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇടത്തരം പീസുകളാണ്. ഇനി നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റിങ്ങിന് വെക്കാം. ഇനി ഒരു ചെമ്പെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെസ്റ്റിങ്ങിന് വെച്ച ചിക്കൻ എടുത്ത് അത് ചെമ്പിലേക്ക് പരത്തി വെച്ച് കൊടുക്കുക. ചിക്കൻ പീസ് പരത്തി വെച്ച് കൊടുക്കുക. മേലേക്ക് മേലെ വെക്കരുത്. ചിക്കനിൽ ആദ്യം എണ്ണ ഒഴിച്ചത് കാരണം നമുക്ക് ഈ സമയത്ത് നമുക്ക് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല. മാഗി ക്യൂബ് ഇട്ടത് കാരണം നമുക്ക് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കൻ്റെ എല്ലാ പീസുകളും നമുക്കൊന്ന് മറിച്ചിട്ട് നന്നായി വേവിച്ചെടുക്കണം. അപ്പോൾ മന്തിക്കുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി റൈസ് കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു 1/4 ഭാഗം വെള്ളമുള്ള ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായി, കുറച്ച് കുരുമുളക്, കുറച്ചൊരു ബേ ലീഫ്, 2 ഉണക്ക നാരങ്ങ ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർക്കാവുന്നതാണ്. ഇനി കുതിർത്ത് മാറ്റി വെച്ച അരിയെടുത്ത് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് നന്നായി മൂടി വെച്ച് വേവിക്കുക. ഏകദേശം ഇപ്പോൾ വേവായിട്ടുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ഒരു 75% വേവായി കിട്ടിയാൽ മതി. ഓക്കെ, ഇപ്പോൾ ഏകദേശം 75% വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനി കോരി വെച്ച റൈസ് എടുത്ത് റെഡിയാക്കി വെച്ച ചിക്കൻ്റെ മേലെ പരത്തി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരു 2-3 ലെയറാക്കി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഓരോ ലെയറിലെയും കുറച്ച് കുരുമുളകും പിന്നെ കുറച്ച് നമ്മുടെ മന്തി മസാലയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ റെഡ് കളർ എടുത്തിട്ടുണ്ട്. റെഡ് കളർ കുറച്ച് ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് യെല്ലോ കളർ കൂടെ ചേർക്കാം. യെല്ലോ കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് കലക്കിയാലും മതി. എന്നിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. ഒരു 5-6 പച്ചമുളക് കൂടെ കുത്തി നിർത്താവുന്നതാണ്. പിന്നെ ഒരു സ്റ്റീൽ പാത്രത്തിൽ ചാർക്കോൽ കനലാക്കി എടുത്തത് റൈസിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുത്ത് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിൽ നിന്നും ആവി വരുന്നതാണ്. ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമുക്കൊരു മൂടി വെച്ച് അതിൻ്റെ മേലെ ഒരു കനം വെച്ച് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മൂടിയൊന്ന് തുറന്ന് ദമ്മൊന്ന് മാറ്റി നോക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കും. ഇനി ഇത് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി മന്തി കഴിച്ച് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുഴിമന്തി നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് നമുക്കിത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ടേസ്റ്റ് എങ്ങനെയാണ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഒപ്പം നമ്മുടെ റാഷിയുമുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ മുസ്തഫയുമുണ്ട്. ഇതിന് മയോനൈസും സോസും അത്യാവശ്യമാണ്. മയോനൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കുഴിമന്തി നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം. ബൈ.